അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ അലഖിൻ്റെ പാരായണം ശീലിക്കുകയാണ് നമ്മൾ. അതിൽ വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഓരോ വചനങ്ങൾ നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ, ഖാഫിൻ്റെ ഖൽഖലയും തഫ്ഖീമും പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം റാവും തഫ്ഖീമോടുകൂടി പെരുപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇഖ്റ എന്ന് പറയാറുണ്ട് പലരും, തെറ്റാണത്. ഇഖ്റ ബിസ്മി, അങ്ങനെയും ഹംസയെ സുക്കൂനായ അവസ്ഥയിൽ ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് പറയുന്നത് ശരിയല്ല. ഹംസ സാക്കിനാണ്, സുക്കൂനുള്ള ഹർഫാണ്. ഇഖ്റ എന്നാൽ ഖാഫ് ഖൽഖലത്തിൻ്റെ അക്ഷരമാണല്ലോ. ഇങ്ങനെ ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾക്ക് മാത്രമേ സുക്കൂനിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഉച്ചരിക്കാൻ പാടുള്ളൂ. ബിസ്മി റബ്ബിക, റാ തഫ്ഖീമിൻ്റേതാണ്. റബ്ബിക അല്ലദീ ഖലഖ, ഖലഖ, ഖാ തഫ്ഖീമിൻ്റേത്, ലാം തർഖീഖിൻ്റേത്. ഖാഫിന് സുക്കൂനും തഫ്ഖീമും, അതായത് ഖൽഖലത്തും തഫ്ഖീമും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. ഖലഖൽ ഇൻസാന, അൽ ഇൻസാന ഇഖ്ഫാ ചെയ്യണം സുക്കൂനുള്ള നൂനിനെ സീനിൻ്റെ മുമ്പിലായതിനാൽ. മിൻ അലഖ, അവിടെ ഇൽഹാർ ഹൽഖി, നൂനിനെ ഐനിൻ്റെ മുമ്പിൽ ഇൽഹാർ ചെയ്യുക. ഖാഫിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖലയും. ഖലഖൽ ഇൻസാന മിൻ അലഖ. ഇഖ്റ വറബ്ബുകൽ അക്രം. വ എന്ന് പറയുന്നത് വ ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. തഫ്ഖീമിൻ്റെ ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ റാ, ലാം എന്നിവയ്ക്ക് തഫ്ഖീം വരുമ്പോഴുള്ള അവസ്ഥ. ഇതൊഴിച്ച ബാക്കിയൊക്കെയും ഇസ്തിഫാലിൻ്റെയും തർഖീഖിൻ്റെയും അക്ഷരങ്ങളാണ്. അപ്പോൾ ഇഖ്റ വറബ്ബുകൽ അക്രം, അക്രം. ഇഖ്റ വറബ്ബുകൽ അക്രം. അല്ലദീ അല്ലമ ബിൽ ഖലം, ഖലം, ഖാഫിന് മാത്രമാണ് തഫ്ഖീമുള്ളത്. അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലമൽ ഇൻസാന ഇഖ്ഫാ ചെയ്യുക, നൂനിനെ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കുക. മാലം യഅലം, മാലം എന്ന മീമിനെ പൂർണ്ണമായും ഇദ്ഹാർ ചെയ്യണം. ഇദ്ഹാർ ഷഫവി, അല്പം പോലും മണിച്ചു പോവരുത്. അല്ലമൽ ഇൻസാന മാലം യഅലം. കല്ല ഇന്ന, കല്ല എന്ന ദീർഘം മുൻഫസിൽ, ജായിസായ ദീർഘമാണ്. 4-5 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടാവുന്നതാണ്. ഇന്ന മണിക്കുക. അൽ ഇൻസാന ലയത്ഗ, ത്വാഇന് ഖൽഖലയും തഫ്ഖീമും, ഗൈനിന് തഫ്ഖീമും. ത്വഗ എന്ന് പറയുക. ലയത്ഗ. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ.
അർറആഹു ഇദ്ഗാം ബിലാ ഗുന്ന ഔ ഇദ്ഗാം ബിഗൈരി ഗുന്ന. നൂനിനെ പൂർണ്ണമായും റായിലേക്ക് മണിക്കാതെ ലയിപ്പിക്കുക. ഷദ്ദുള്ള റാ ഉച്ചരിക്കണം. ഇസ്തഗ്ന ഗൈനിന് തഫ്ഖീമുണ്ട്. അർറആഹു ഇസ്തഗ്ന. ഇന്ന ഇലാ റബ്ബിക റുജ്അ. റാകളെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. നൂനിന് ഷദ്ദുണ്ട് മണിക്കുക. ഇന്ന ഇലാ റബ്ബിക റുജ്അ. അർറുജ്അ ജീമിൻ്റെ ഖൽഖല മറന്നു പോകരുത്. അറഅയ്ത 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 എന്ന് പറയരുത്. أرأيت الذي ينهى أرأيت الذي ينهى. യൻഹ നൂനിനെ ഇദ്ഹാർ ചെയ്യുക. അതുപോലെ അബ്ദൻ ഇദാ സ്വല്ല അടുത്ത വചനം തൻവീനിനെ ഇദ്ഹാർ ചെയ്യുക. ഇതൊക്കെയും നാം ശ്രദ്ധിക്കുക. ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങളുടെ മുമ്പിൽ സുക്കൂനുള്ള നൂനിനെയും തൻവീനെയും ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കണം, മണിക്കരുത്. അബ്ദൻ ഇദാ സ്വല്ല. അറഅയ്ത ഇൻ കാന ഇഖ്ഫാ ചെയ്യുക. അറഅയ്ത ഇൻ കാന അലൽ ഹുദാ. ഔ അമറ ബിത്തഖ്വ. ഖാഫിൻ്റെ തഫ്ഖീമും ഖൽഖലയും ശ്രദ്ധിക്കുക. ഔ അമറ ബിത്തഖ്വ. أرأيت إن كذب وتولى. أرأيت إن كذب وتولى. ألم يعلم 2 സുക്കൂനുള്ള മീമുകളാണ്. രണ്ടാമത്തേത് യഅലം ബി അന്നല്ലാഹ യറ. ബാഇന് മുമ്പിൽ വന്നതിനാൽ ഇഖ്ഫാ ചെയ്യണം, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അന്ന എന്ന നൂനിന് ഷദ്ദുണ്ട് മണിക്കണം. അലം യഅലം ബി അന്നല്ലാഹ യറ. കല്ല ലഇല്ലം ഇദ്ഗാം ബിലാ ഗുന്ന മണിച്ചു പോകരുത്. നൂനിനെ പൂർണ്ണമായും ലാമിൽ ലയിപ്പിക്കുക. യൻതഹി ഇഖ്ഫാ ചെയ്യുക, മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക. ലനസ്ഫഅൻ ബിന്നാസിയ. നസ്ഫഅൻ എന്ന തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ഇഖ്ലാബ് ചെയ്യണം. ബായിന് മുമ്പിലായതിനാൽ നൂനിന് ഷദ്ദ് കൊടുക്കുക, ഷദ്ദുള്ള നൂനിനെ മണിക്കുക. ബിന്നാസിയ. കല്ല ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. നാസിയത്തിൻ കാദിബ അവിടെ ഇഖ്ഫാ ചെയ്യണം. കാദിബത്തിൻ ഖാതിഅ അവിടത്തെ തൻവീനിനെ ഇൽഹാറും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. ഫൽയദ്ഉ നാദിയഹ. سندع الزبانية. كلا لا تطعه واسجد واقترب.
ദാലിനും ഖാഫിനുമൊക്കെ ഖൽഖലയുണ്ട്, ശ്രദ്ധിക്കുക. വഖ്തരിബ് അവസാനത്തെ ബാഇനും വഖഫ് ചെയ്യുമ്പോൾ അവിടെയും ഖൽഖല വരുമല്ലോ. വഖ്തരിബ് ആ ബാഇന് അസ്ലിൽ സുക്കൂൻ തന്നെയാണ്, എന്നാൽ അവിടെ സുക്കൂൻ എഴുതിയിട്ടില്ല. എന്തുകൊണ്ട്? ശേഷമുള്ള സൂറത്തുൽ ഖദ്റിൻ്റെ ബാഇൻ്റെ ബിസ്മിയുടെ ബാഇന് മുകളിൽ ഷദ്ദ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ചേർത്ത് ഓതുകയാണെങ്കിൽ വഖ്തരിബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാ, അങ്ങനെ വസ്ല് ചെയ്യാൻ വേണ്ടിയാണ്. കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്